നമസ്കാരം. ഇന്ന് നമ്മൾ ജ്യോതിഷത്തിൻ്റെ പുതിയ ഒരാശയം, ഫലപ്രവചനത്തിന് വളരെ അടിസ്ഥാനം വേണ്ട ആശയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാശയമായിട്ടുള്ള രാശിയുടെ ചിഹ്നങ്ങളെക്കുറിച്ച് പഠിക്കണം. മഹർഷിമാർ ഓരോ രാശിക്കും ഓരോ ചിഹ്നം കൊടുത്തിരിക്കുന്നത് വളരെ അറിഞ്ഞാണ്, ചുമ്മാതെ അവർക്ക് തോന്നിയൊരു പടം കൊടുക്കുകയല്ല ചെയ്തത്. അതിന് വളരെ ആഴമുണ്ട്, പരപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും ആ ആഴവും പരപ്പിലേക്കും ഇറങ്ങിച്ചെല്ലേണ്ടതാണ്. അതിനടിസ്ഥാനം വേണ്ടത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് വളരെ ഡയറക്റ്റായിട്ട് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നും പറയാതെ, ഒരുപക്ഷെ ഈ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ടാവും. കാരണം ഇത് കുറച്ച് വിശാലമായിട്ട് തന്നെ പറയണം എന്നുണ്ട്. ഇല്ലെങ്കിലും നമ്മൾ ഓരോ രാശിയും അതിൻ്റെ ഭാവാധിപന്മാരും ആ രാശിയിൽ ജനിച്ചാലുള്ള ഗുണങ്ങളും ആ രാശി ലഗ്നമായി ജനിച്ചാലുള്ള ഗുണവും അത് ചന്ദ്രരാശിയായാലുള്ള ഗുണവും ഒക്കെ നമ്മൾ പിന്നീട് വരുന്ന വീഡിയോകളിൽ നമ്മൾ പഠിക്കാൻ വിഷയമാക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അടിസ്ഥാനം പഠിക്കേണ്ടത് ഈ രാശിയുടെ ചിഹ്നങ്ങളാണ്. 12 രാശിയിൽ ഒന്നാമത്തെ രാശിയായിട്ടുള്ള മേടം രാശിയുടെ ചിഹ്നം എന്ന് പറയുന്നത് മേഷ. ആ ഒന്നാമത്തെ ചിഹ്നം എന്ന് പറയുന്നത് ആടിൻ്റെ ചിഹ്നമാണ്. ആടിൻ്റെ ചിഹ്നം എന്ന് പറയുമ്പം ഭയമുണ്ടാവും, വിശപ്പുണ്ടാവും, യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ടാവും, പച്ചിലകളോടും താല്പര്യമുണ്ടാവും, ഫ്രൂട്ട്സിനോടൊക്കെ താല്പര്യമുണ്ടാവും, എരിവ് ഒരു പരിധി വരെ ഇഷ്ടമായിരിക്കും. ഇതോടൊപ്പം തന്നെ ആ രാശിയുടെ അധിപനായിട്ടുള്ള കുജൻ്റെ സ്വഭാവം കാണും. ആ രാശിയുടെ ആ രാശി ഉച്ചമായിട്ട് വരുന്ന രവിയുടെ ഒരു സ്വഭാവം കാണും. ഇതെല്ലാം കൂടി ചേർന്ന ഒരു സ്വഭാവം ആയിരിക്കും മേടത്തിന്. അപ്പം മേടൻ രാശി ലഗ്നമായിട്ട് വരികയോ ചന്ദ്രരാശിയോ ആയിട്ട് വരികയോ ചെയ്യുന്നവരുടെ സ്വഭാവത്തിൽ ഈ ചിഹ്നത്തിൻ്റെതായിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഒരു പക്ഷേ നന്നായിട്ട് കുജൻ എന്ന് പറയുന്നത് നല്ല യൗവനമുള്ള ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കുജൻ്റെ രാശി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അധ്വാനിക്കാനും നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കാനും ഒക്കെ ഉള്ള ഇതുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പച്ചക്കറികളോട് താല്പര്യമുണ്ടാവും, അമ്മയോട് ഭയങ്കര ഭയമായിരിക്കും, അല്ലെങ്കിൽ ഒരു വിധേയത്വമുള്ള ആളായിരിക്കും മേടം രാശിക്കാർ. ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. അപ്പോൾ മേടം രാശിയുടെ ചിഹ്നം എന്ന് പറയുന്നത് മേഷ എന്ന് പറയുന്നത് ആടാണ്. രണ്ടാമത്തേത് ഋഷഭം, ഇടവം രാശി ടോറസ് എന്ന് പറയുന്നത് എന്താണ്? കാളയാണ്. ആ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ഭൗതികതയോട് ഒരുപാട് താല്പര്യമുള്ളവരായിരിക്കും, കലാവിഷയങ്ങളോട് താല്പര്യമുള്ളവരായിരിക്കും, കലാവാസനയോ അല്ലെങ്കിൽ കലാകാരന്മാരാവാനോ ഒക്കെയുള്ള താല്പര്യം ഉണ്ടായിരിക്കും. സിനിമ കാണാനും പാട്ട് കേൾക്കാനും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ടായിരിക്കും. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നതിൽ ഭയങ്കര താല്പര്യമുണ്ടായിരിക്കും. അതുപോലെ തന്നെ അധ്വാനം ഉറപ്പായിട്ടും ഉണ്ടാകും. അതുപോലെ കൃത്യമായിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ തോന്നിയ പോലെ നടക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ ഭയങ്കര റൊമാൻറ്റിക് തോട്ട് പ്രോസസ്സ് ഉള്ളവരായിരിക്കും ഇടവൻ രാശിക്കാർ. ആ രാശിയുടെ അധിപൻ ശുക്രനാണ്. ആ രാശിയിൽ ഉച്ചസ്ഥാനം വരുന്നത്, ഉച്ചഗ്രഹമായിട്ട് വരുന്നത്, അതായത് ചന്ദ്രൻ്റെ ഉച്ചസ്ഥാനമാണ് ഇടവം രാശി. അങ്ങനൊരു പ്രത്യേകതയും കൂടെ ഇതിനുള്ളത് കൊണ്ട് ഈ രാശി വളരെ ഭൗതികപരമായിട്ട് വിജയിക്കണം എന്നൊരുപാട് ചിന്തിക്കുന്ന ആളുകളുടെ രാശിയാണ്, കലാകാരന്മാരുടെ രാശിയാണ്. ഇടവൻ രാശി കാളയാണ്. മൂന്നാമത്തേത് നിർമിഥുനം സഗതം സവീണം എന്നാണ് ഹോരാശാസ്ത്രത്തിൽ പറയുന്നത്. അതായത് വീണ വായിക്കുന്ന ഒരു സ്ത്രീയും ഗദാധാരിയായിട്ടുള്ള ഒരു പുരുഷനുമാണ് മിഥുനൻ രാശിയുടെ ചിഹ്നം. നിർമിഥുനം സഗതം സവീണം, കേന്ദ്രയും പിടിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു പുരുഷനും വീണ വായിച്ചുകൊണ്ടിരിക്കുന്ന
സുന്ദരിയായ ഒരു സ്ത്രീയുമാണ്. അപ്പം തന്നെ പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു രാശിയാണ് ഇത്. കലാ, സംഗീതം ഇങ്ങനെയുള്ള വിഷയങ്ങളോട് താല്പര്യം, എന്നാൽ പെട്ടെന്ന് എടുത്തു ചാടുന്നുള്ള പ്രകൃതം, വളരെ ദേഷ്യമായിട്ടുള്ള പ്രകൃതം, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ബുധൻ്റെ രാശിയും കൂടി ആയതുകൊണ്ടൊരു കൗശലമുണ്ടാവും, ഹാസ്യമുണ്ടാവും, സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വാസ്റ്റായിട്ടുണ്ട്. ഒരു ചെറിയ കാര്യമല്ല. നമുക്കിത് ഓരോ രാശിയെയും വളരെ വിശാലമായിട്ട് നമുക്ക് പിന്നീട് എടുത്ത് പഠിക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷനായി പോകും. അതുകൊണ്ട് ഇതിൻ്റെ ചിഹ്നം മാത്രം പറഞ്ഞ് അത് മനസ്സിലാക്കി അങ്ങ് പോവാം. അപ്പോൾ മേടൻ രാശിയുടെ ചിഹ്നം ഏതാണ്? ആടാണ്. ഇടവം രാശിയുടെ ചിഹ്നം ഏതാണ്? കാളയാണ്, ഋഷഭമാണ്. മിഥുനൻ രാശിയുടെ ചിഹ്നം ഏതാണ്? സഗതം സവീണം. നിർമിഥുനം സഗതം സവീണം. നിർമിഥുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ വായിക്കുന്ന സ്ത്രീയും ഗതാധാരിയായിട്ടുള്ള പുരുഷനും. അടുത്തത് കർക്കിടക രാശിയാണ്. കർക്കിടക രാശിയുടെ ചിഹ്നം എന്ന് പറയുന്നത് ക്രാബാണ്, ഞണ്ടാണ്. വളരെ നിരീക്ഷണ സ്വഭാവമുള്ളവരായിരിക്കും, കർക്കശമുള്ളവരായിരിക്കും, ഇറങ്ങിത്തിരിക്കാൻ ഭയമുള്ളവരായിരിക്കും, അതുപോലെ തന്നെ ഭാഗ്യം ധാരാളമുള്ളവരായിരിക്കും. വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകം. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാണ് കർക്കിടകം. അങ്ങനെ നിഗൂഢതകളുള്ള ഒരു രാശിയാണ് കർക്കിടകൻ രാശി. അപ്പം അതിൻ്റെ ചിഹ്നം ക്രാബാണ്, ഞണ്ടാണ്. അടുത്ത 5ാമത്തെ രാശിയായിട്ടുള്ള ചിങ്ങം രാശി, സിംഹമാണ് ആ രാശി. സിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവാണ്, കാട്ടിലെ രാജാവാണ്. അതുപോലെ തന്നെ വളരെ ഈഗോ ഉള്ള രാശിയാണ്. അതിലുള്ളവർക്ക്, ചിങ്ങൻ രാശിയിൽ ജനിക്കുന്നവർക്ക് കുറച്ച് ഈഗോ കുറച്ച് തൻ്റെ ഇടം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഉദരരോഗമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മക്കളെ ഭയങ്കരമായി സ്നേഹിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അത് കാരണം പുത്രദുഃഖമുള്ളവരായിരിക്കാം. പിന്നെ എല്ലാത്തിനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരായിരിക്കാം. എല്ലാം ഏറ്റെടുത്ത് നടത്താൻ കപ്പാസിറ്റി ഉള്ളവരാണ്. അതുപോലെ തന്നെ അവരുടെ ആശയങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും അവരുടെ വ്യക്തിത്വത്തിന് ഒരുപാട് പ്രാധാന്യം വേണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജകീയ രാശിയാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയുടെ ചിഹ്നം സിംഹമാണ്. അടുത്തത് കന്നിരാശി. കന്നിരാശി എന്ന് പറഞ്ഞാൽ ഒരു തോണിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന, ദിശയറിയാതെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. ഒരു കയ്യിൽ നെൽക്കതിരും മറ്റൊരു കയ്യിൽ അഗ്നിയുമായിട്ട് ഇരിക്കുന്നു അവൾ. അത് ഒരു പരസ്പര വൈരുദ്ധ്യമുള്ള ഒരു രാശിയാണ്. ഈ കന്നിരാശി പ്രശ്ന വിഷയം പഠിക്കുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു രാശിയുമാണ്. അത് തന്നെയുമല്ല, കന്നിരാശി ലഗ്നമായി വരുന്നവരുടെ അടുത്ത് പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു പരീക്ഷണം ആക്കി മാറ്റേണ്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും അത് നിരീക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പം കന്നിരാശിയുടെ ചിഹ്നം എന്ന് പറയുന്നത് ദിക്കറിയാതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്ത്രീ തോണിയിലിരിക്കുന്നു. അവളുടെ ഒരു കൈയിൽ അഗ്നിയും മറ്റൊരു കൈയിൽ നെൽക്കതിരും താഴെ ജലവും ഒക്കെയാണ്. അഗ്നിയും ജലവും തമ്മിൽ ചേരില്ല. അപ്പം അങ്ങനെയൊക്കെ പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു രാശിയാണ് കന്നിരാശി. അടുത്തത് തുലാം രാശിയാണ്. ത്രാസാണ് അതിൻ്റെ ചിഹ്നം. തുലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുലാസാണ്. എല്ലാം തുലനം ചെയ്യുന്ന ഒരു രാശിയാണ് തുലാം രാശിക്കാർ. കച്ചവടക്കാർ, സോഷ്യൽ സെൻസസ് ഉള്ളവരായിരിക്കും ഇവർക്ക്. അതുപോലെ തന്നെ അധ്വാനം ഒരുപാട് കൂടുതലുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിന് ഒരു വൈശ്യ സ്വഭാവം, എല്ലാത്തിനും ഒരു ലാഭം കാണാൻ ചിന്തിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും അവർക്ക്. ശുക്രൻ്റെ രാശിയാണ്. എന്നിരുന്നാൽ പോലും ശനിയുടെ ഉച്ചസ്ഥാനമായതുകൊണ്ട് തന്നെ ആ ശനിയുടെ ഒരു സ്വഭാവവും കൂടി ചേർന്നതായിരിക്കും ഈ രാശി. അപ്പം തുലാസാണ് ഇതിൻ്റെ ലാഭം എപ്പോഴും ചിന്തിക്കുന്ന ഒരു രാശിയാണ്. ചാഞ്ചാട്ടമുള്ള ഒരു രാശിയാണ് തുലാൻ രാശി. അപ്പോൾ അതിൻ്റെ ചിഹ്നം ഏതാണ്? തുലാസ്. അപ്പോൾ അടുത്ത രാശി ഏതാണ്? വൃശ്ചിക രാശി. 8ാമത്തെ രാശി. രാശിചക്രത്തിലെ 8ാമത്തെ രാശിയാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശി എന്ന് പറയുന്നത് തേളാണ്, സ്കോർപ്പിയോ ആണ് അതിൻ്റെ ചിഹ്നം. അത് സ്വയം പ്രശ്നമുണ്ടാക്കുന്ന ഒരു രാശിയാണെന്ന് പലപ്പോഴും പറയും. സ്വയംകൃതാനർത്ഥമുണ്ടാക്കുന്ന ഒരു രാശിയാണെന്ന് പലപ്പോഴും പറയും. ചൊവ്വയാണ് ഈ രാശിയുടെ അധിപൻ. കുറച്ച് വാശിയും കുറച്ച് ക്രൗര്യവും ഒരു പരസ്പര വൈരുദ്ധ്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു രാശിയാണിത്. പലപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഈഗോയിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ പലരും ഈ രാശിയാണ്. ഇതിനൊക്കെ ഈ ഈഗോയിസം അല്ലെങ്കിൽ ഈഗോയിസ്റ്റായിട്ടുള്ള ആൾക്കാരുടെ ഈഗോ കുറയണമെങ്കിൽ പലപ്പോഴും വ്യാഴം പോലുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനമൊക്കെ വന്നു കഴിഞ്ഞാൽ അതങ്ങ് മാറും. എന്നിരുന്നാൽ പോലും
വൃശ്ചികൻ രാശിക്ക് തേളിൻ്റെ വാലിലാണ് വിഷമിരിക്കുന്നത്. വിഷം മൂക്കുമ്പം സ്വയം കുത്തി മരിക്കുന്ന ഒരു രീതി തേളിലുണ്ട്. അപ്പോൾ ആ ഒരു ചിഹ്നം മഹർഷിമാർ ഈ രാശിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കാരണമില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. ആ ചിന്തയോടുകൂടി നമ്മൾ പഠിക്കുകയും വേണം. അപ്പോൾ വൃശ്ചികം കഴിഞ്ഞു, അടുത്തത് ധനു എന്ന് പറയുന്ന രാശിയാണ്. വ്യാഴത്തിൻ്റെ രാശിയാണ്. അതിമനോഹരമായ ഒരു രാശിയാണിത്. കഷ്ടപ്പെടാൻ ഒരുപാട് ആഗ്രഹമുള്ള, ഒരുപാട് പേരെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ള, ജീവിതത്തിൽ പൊരുതി മുന്നേറണമെന്നുള്ള ഒരു രാശിയാണ് ധനുരാശി. അതുപോലെ തന്നെ റിലീജിയസ് കൺസെപ്റ്റുകളും ഈശ്വരീയ വിഷയങ്ങളോടുമൊക്കെ ഒരുപാട് താല്പര്യവും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ധനുരാശിക്കാർ എന്ന് പൊതുവിൽ പറയാം. ഇതൊന്നും കൊണ്ട് ഫലം തീരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ 12 രാശിയിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, ഈ 9 ഗ്രഹങ്ങളിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ 12 രാശിയിലും ഈ 9 ഗ്രഹങ്ങളിലുമായിട്ടാണ് മഹർഷിമാർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്തും പഠിച്ചും വേണം നമുക്ക് ഫലം പറയാൻ. അപ്പോൾ ധനുരാശിയുടെ ചിഹ്നം എന്ന് പറയുന്നത് കഴുത്തിന് താപ്പുറം ഒരു കുതിരയും വില്ല് കുലച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനുമാണ്. കഴുത്തിന് മുകളിലേക്കൊരു മനുഷ്യൻ തിരിഞ്ഞു നിന്നിട്ട് വില്ലിങ്ങനെ കുലച്ച് ചെയ്യുന്നതായിട്ടാണ്. മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പുറകിലേക്ക് തിരിഞ്ഞും വില്ല് കുലയ്ക്കാൻ കഴിവുള്ള ഒരു യോദ്ധാവാണ്. പകുതി അശ്വമാണ്, ബാക്കി പകുതി മനുഷ്യനുമാണ്. അടുത്തത് മകരം രാശി. വെള്ളം കുടിക്കാൻ ചെല്ലുന്ന ഒരു മാനിനെ പതുങ്ങിയിരുന്ന് പിടിക്കുന്ന മുതല. വെള്ളം കുടിക്കാനൊട്ട് മാനിന് പറ്റുന്നുമില്ല. മാനിൻ്റെ കൊമ്പ് മുതലയുടെ വായ്ക്കുള്ളിൽ കുടുങ്ങിയിട്ട് മാനിനെ മുതലയ്ക്കൊട്ട് കഴിക്കാനും പറ്റുന്നില്ല. അപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു രാശി, രഹസ്യകാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു രാശി, ഭയമുള്ള ഒരു രാശി, ഹാർഡ് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു രാശി, ചതിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു രാശി, ചതിക്കാൻ ടെൻഡൻസിയുള്ള ആൾക്കാരുടെ ഒരു രാശി. ചൊവ്വയുടെ സ്വഭാവം ആ രാശിക്കുണ്ട്. ചൊവ്വയുടെ ഉച്ചസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വയ്ക്ക് ഏറ്റവും ബലമുള്ള സ്ഥലമാണ്. അപ്പോൾ ചൊവ്വയുടെ എല്ലാ ശൂരപരാക്രമങ്ങളും ആ രാശിക്കുണ്ട്. അതുപോലെ ശനിയുടെ ക്ഷേത്രവും കൂടിയാണ്. ശനിയും ചൊവ്വയും കൂടെ ഒരുമിച്ച് സ്വാധീനിക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ഒരുപാട് നെഗറ്റീവ് ടെൻഡൻസീസ് ഉള്ള ഒരു രാശിയാണ് മകരം രാശി. അപ്പോൾ അടുത്ത രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ്. വളരെ രസമുള്ള ഒരു രാശിയാണ്. മെലിഞ്ഞ് ഒരു മനുഷ്യൻ, അധ്വാനിയായ ഒരു മനുഷ്യൻ ഒരു തോളിൽ ഒരു കുടം വെച്ചിരിക്കുന്നു. ആ കുടത്തിനുള്ളിൽ എന്താണ് എന്ന് അറിയില്ല. കുംഭൻ രാശിയുടെ അതിമനോഹരമായൊരു ചിഹ്നമാണിത്. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുംഭൻ രാശിക്കാർ. കുംഭൻ രാശിയുടെ ഒരു സ്വഭാവമാണ്. അതുപോലെ തന്നെ ശനിയുടെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ നല്ല മടിയുള്ളവരുമാണ് കുംഭൻ രാശിക്കാർ. പൊതുവിൽ ദാമ്പത്യ ജീവിതമൊക്കെ വളരെ അസ്വസ്ഥമായിട്ട് കാണുന്ന ഒരു രാശിക്കാരാണ് കുംഭൻ രാശിക്കാർ. അപ്പോൾ കുംഭം എന്ന വാക്ക് കൊട്ടം ആയതുകൊണ്ട് തന്നെ ഒരാൾ, ഒരു അധ്വാനിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ തോളിൽ ഒരു കുടം വെച്ചിരിക്കുന്നു. അതാണ് കുംഭം രാശിയുടെ ചിഹ്നം. അടുത്തത് രാശിചക്രത്തിലെ അവസാന രാശിയായിട്ടുള്ള മീനൻ രാശി. മീനൻ രാശി എന്ന് പറയുന്നത് 2 മീനുകൾ പരസ്പരം കൊത്തി നിൽക്കുന്ന രാശിയാണ്. ഈ രാശി വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു രാശിയാണ്. ഇമോഷണൽ കാര്യങ്ങളുള്ള ഒരു രാശിയാണ്. അതുപോലെ തന്നെ ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാശിയാണ്. ഇവിടെ ശുക്രൻ്റെ ഉച്ചക്ഷേത്രമാണ് ഈ രാശി. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രവുമാണ് ഈ രാശി. വ്യാഴത്തിന് ശുക്രൻ ശത്രുവുമാണ്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ട് വേണം ആ രാശിയുടെ ഒരു സ്വഭാവം കാണാൻ. ഭൗതികതയുടെ കാരകനായിട്ടുള്ള ശുക്രനും ആധ്യാത്മികതയുടെ കാരകനായിട്ടുള്ള വ്യാഴവും ഒരേ ക്ഷേത്രത്തിൽ സ്വാധീനിക്കുമ്പം സൈക്കോളജിക്കലി ഉള്ള അവരുടെ ഒരു പരസ്പര വൈരുദ്ധ്യവും കൂടി നമ്മൾ ഈ രാശിക്ക് കണക്കിലെടുക്കണം. ഏറ്റവും സൗന്ദര്യമുള്ള കലാകാരന്മാരുടെ രാശികളിൽ ഒന്നാണ് മീനം രാശി. അപ്പോൾ 2 മീനാണ് അതിൻ്റെ ചിഹ്നം. അപ്പോൾ ഈ രാശിചക്രത്തിനെ നമുക്ക് ഒന്നും കൂടി ആ ചിഹ്നമെന്ന് പറയാം.
മേടം എന്ന് പറയുന്നത് ആടാണ്, ഇടവം എന്ന് പറയുന്നത് കാളയാണ്, മിഥുനം എന്ന് പറയുന്നത് സകതം സവീണം ഗദാധാരിയായ പുരുഷനും വീണ വായിക്കുന്ന സ്ത്രീയുമാണ്, കർക്കിടകം എന്ന് പറയുന്നത് തേളാണ്, ചിങ്ങം എന്ന് പറയുന്നത് സിംഹമാണ്, കന്നി എന്ന് പറയുന്നത് ഒരു തോണിയിൽ ദിക്കറിയാതെ പോകുന്ന ഒരു സ്ത്രീയാണ്, തുലാം എന്ന് പറയുന്നത് തുലാസാണ്, വൃശ്ചികം എന്ന് പറയുന്നത് തേളാണ്, ധനു എന്ന് പറയുന്നത് തൽക്കാലിയായിട്ടുള്ള അശ്വവും മനുഷ്യനും കൂടി ചേർന്ന് മുന്നോട്ട് പോകുന്ന വില്ല് കുലച്ച് നിൽക്കുന്ന ധനുസ്സോട് കൂടിയിരിക്കുന്ന ഒരു പുരുഷനാണ്. അപ്പം മകരം എന്ന് പറയുന്നത് പതുങ്ങിയിരിക്കുന്ന ഒരു മുതല, ആ മാനിനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന, വെള്ളം കുടിക്കാൻ പോകുന്ന മാനിനെ പിടിച്ചിരിക്കുന്ന ഒരു രാശിയാണ്. അതുപോലെ കുംഭം എന്ന് പറയുന്നത് കുടമാണ്, മീനം എന്ന് പറയുന്നത് 2 മീനുകളിൽ ഉള്ള ഒരു രാശിയാണ്. അപ്പം ഈ രാശിചക്രത്തിൻ്റെ ചിഹ്നത്തെക്കുറിച്ച് നന്നായി പഠിച്ചിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റൂ. നമ്മളിതിനെ ഇനി വളരെ വിശാലമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. തൽക്കാലം ഇന്ന് നമുക്ക് പിരിയാം. നമസ്കാരം.